ഹലോ, എല്ലാവർക്കും ഒജീൻസ് ഫുഡ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് പിക്കിളാണ്. അതിനുവേണ്ടി 1 കിലോഗ്രാം ഫിഷ് വാങ്ങിയിട്ടുണ്ട്. കേര ഫിഷാണ്. അത് ഞാൻ ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഉലുവ, കടുക്, കായം, നോർമൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ടർമറിക് മഞ്ഞൾപ്പൊടി, ഓയിൽ, വിനാഗിരി, ഉപ്പ് പൊടി, കായം, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില വീട്ടിലിവിടെ ഉണ്ടായ വേപ്പിലയാണ്. മുളക്, ഉണക്കമുളക്, അത് ഞാൻ മുളക് ഇവിടെ ഉണ്ടായ മുളക് ഉണക്കിയെടുത്താണ്. പിന്നെ പച്ചമുളക്, തൈര് മുളക്, ഇത്രയും കൂട്ടമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. ഇനി നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ട് ഉണ്ടെന്ന് നോക്കാൻ വേപ്പില ഇടാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനിടയിൽ ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് കായം ഇടാം. കായം മുരിയുന്നതിലൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇടാം. കായം മുരിയുന്ന സമയം ഈ വെളുത്തുള്ളിയും കായവും അധികം ഫ്രൈ ആണ്ട് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റിയെടുക്കുക. ഇതുപോലെ കോരി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. എന്നുവെച്ചാൽ ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നമ്മുടെ പിക്കിളിലോട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഇഞ്ചി ഇടുക. ഇഞ്ചിയും കുറച്ചിങ്ങനെ ചൂടാകുമ്പോൾ ഇത് കോരിയെടുക്കുക. ഈ സമയം തീ കുറച്ച് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ കുറച്ച് വേപ്പില മെതിച്ചെടുക്കുക. കുറച്ച് വേപ്പില എണ്ണയിൽ ഇരിക്കെ തന്നെ നമ്മുടെ മാരിനേറ്റ് വെച്ച ഫിഷ് ഇടുക. ഇപ്പോൾ 1 കിലോ കേരയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാനുണ്ട്. അപ്പോൾ താഴെ വേപ്പിലുള്ളതുകൊണ്ട് ഉപകാരം എന്ന് പറഞ്ഞാൽ അത് ഫിഷ് ഇങ്ങനെ പിടിക്കാതിരിക്കും. കുറച്ച് വേപ്പില മുകളിലിടാം. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കുക. മീൻ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഫിഷ് മുരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ വേവിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ കേര പിക്കിളാണിത്. ഇത് കൂടുതൽ മുരിഞ്ഞു പോയി, കുറച്ച് വേവ് കൂടിപ്പോയി. അതുകൊണ്ട് കുറച്ച് വേവ് അതായത് ഫ്രൈ ആയാൽ കുറച്ച് കുറുക്കാമെന്ന് ഓർത്തു. ഇതിപ്പോൾ ഭയങ്കര ഹാർഡാണ്. ഒരുപാട് ദിവസം ഇരിക്കും. ഇത് ശനിയാഴ്ച ഒരാൾക്ക് ലണ്ടനിലോട്ട് പോകുന്നുണ്ട്, അവർക്ക് കൊടുക്കാനാണ്. ഇത് 1 കിലോ ഫിഷാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കൂടുതൽ ഫ്രൈ ആണ്ട് പെട്ടെന്ന് കഴിയും, എടുത്ത് വെക്കാനുള്ളതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇത് പാകത്തിന്
അധികം ഫ്രൈ ആക്കുന്നില്ല. ഞാൻ മീൻ എടുത്ത് മാറ്റി ഇനി അടുത്തത് ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് ഈ ഫിഷിൻ്റെ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് ഇടുകയാണ്. പച്ചമുളക്, പിന്നെ ഉണക്കമുളക്, കൊണ്ടോട്ടമുളക്, 3 മുളകും കൂടി ഇതിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഇടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഈ ഫ്രൈ ആകുന്നതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക്, മുരുമുളക്, തൈരുമുളക്, പിന്നെ പച്ചമുളക്. ഈ മുളകും കൂടുതൽ ഫ്രൈ ആയി പോകണ്ട, അതിൻ്റെ കളർ നഷ്ടപ്പെടും. നല്ല കളർഫുള്ളായിട്ടിരിക്കാനാണ് ഞാൻ എൻ്റെ പിക്കിൾസിൽ ഞാനിങ്ങനെ 3 മുളക് ചേർക്കും. ഇതൊരുവിധം വെന്ത് വരുന്നുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 മുളക് പൊടി ഇതിലോട്ട് യോജിപ്പിക്കാം. അപ്പോഴും ഇത്തിരി ഉപ്പ് ചേർക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇതിലായിട്ട് ഇടുക. ഇത് നേരത്തെ വെന്തിരിക്കുന്നത് കൊണ്ട് വീണ്ടും വേവിക്കാനില്ല, ഒരൽപ്പം വിനാഗിരി ഒഴിക്കാം. ഈ സമയം നന്നായിട്ട് ഇളക്കി അടിയിലുള്ള പിടിച്ചതെല്ലാം ഇങ്ങനെ മസാല എല്ലാം കറക്റ്റ് നമ്മുടെ പിക്കിളിലോട്ട് ചേരും. ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. വിനാഗിരി നല്ല സ്ട്രോങ് ഉള്ളതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. ചാറ് കുറുകി വരുന്നുണ്ട്. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് എന്താണെന്ന് വെച്ചാൽ ഈ മസാല ഇതിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാത്തിൻ്റെ ടേസ്റ്റ് കിട്ടാനാണ്. അപ്പോൾ ഞാൻ ഈ സമയം കായപ്പൊടിയും കട്ടക്കായം പൊരിച്ചതും കടുകും ഉലുവയും വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കൊടുക്കാം. ഒരുമിച്ച് ഇടരുത്. ഒരുമിച്ച് ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ്. കുറേ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പല വിധത്തിലാണ് മനസ്സിലായിട്ടുണ്ട്. ഒരുമിച്ചിടുമ്പോൾ ആ ഉലുവയുടെ ഒരു ടേസ്റ്റ് മുമ്പിലോട്ട് നിൽക്കും. ഇപ്പോൾ ഉലുവ, കായം, പിന്നെ കടുക് കുറച്ച് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. അപ്പം നമുക്ക് ഈ മസാലയുടെ ഈ കറി കുറുകി കിട്ടുന്നത് ഈ ഐറ്റംസ് വെന്ത് കിട്ടുമ്പോഴാണ്. അപ്പം നല്ല കാര്യമായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏത് കറി ആയാലും പിക്കിളായാലും അത് എണ്ണ തെളിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുകളിലോട്ട് വന്നു എന്നുള്ളൊരു തെളിവാണ്. കറി ഇപ്പോൾ കുറുകിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇടാം. ഇപ്പോഴും
കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും പൊടിച്ച് വെച്ച്. ഇന്നിവിടെ കൂടുതൽ വെന്ത് പോകണ്ട, കാരണം വിനാഗിരിയൊക്കെ ഫിഷ് വലിച്ചെടുത്ത് നന്നായിട്ട് ടേസ്റ്റായി കിട്ടും. ഈ സമയം ചെറിയ തീ മതി. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം. ഈ സമയം തീ വളരെ സിമ്മിലാണ് ഇരിക്കുന്നത്. വളരെ കുറച്ച് വെച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു. നമ്മൾ നേരത്തെ ഉപയോഗിച്ച എണ്ണയെല്ലാം പുറത്തോട്ട് വന്നു. ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എണ്ണയാണ്, വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഇതിൽ നിന്ന് ഒരു ദിവസം പിക്കിൾ ഇതിൽ തന്നെ ഇരുന്ന് അതിൽ ടേസ്റ്റ് പുറത്തോട്ട് വരും. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. ഒരു കഷ്ണം കഴിച്ച് നോക്കാം. ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ദിവസം 2 ദിവസം ആകുമ്പോഴേ ഇത് നല്ല ഫെർമെൻറ്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.